നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും abcreationലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും കൂടെ എനേബിൾ. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ബട്ടർഫ്ലൈ അനിമേഷൻ ആഫ്റ്റർ എഫക്ട്സ് ഉപയോഗിച്ച് അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്നാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് നോക്കാം. വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ഇത് എങ്ങനെ അനിമേറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ തന്നെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യാം. ഒരു ന്യൂ കോമ്പോസിഷൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ വിഡ്ത്ത് 400, ഹൈറ്റ് 400 കൊടുത്തേക്കാം. ഇനി ഓക്കെ കൊടുക്കും. ഇതിലേക്ക് നമുക്ക് ആ ബട്ടർഫ്ലൈയുടെ ഇമേജ് ആഡ് ചെയ്യാം. ഇത് നമുക്കൊന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കും. നമുക്ക് ഇതിൻ്റെ 2 വിങ്സും സെപ്പറേറ്റ് ആയിട്ട് എൻ്റെ ബോഡിയും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് പെൻ ടൂൾ യൂസ് ചെയ്യാം. ഒരു റഫ് സെലക്ഷൻ മതി. നമുക്ക് അതിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ട്രാൻസ്ഫോമിൽ പോയിട്ട് ഫ്ലിപ്പ് ഹോൾസോണിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 ചിറക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബോഡിയും സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒന്നും കൂടി കൺട്രോൾ ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ മാസ്ക് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ മാസ്ക് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് രണ്ടും ഹൈഡ് ചെയ്തിട്ട് നമുക്ക് ആ ബോഡി മാത്രം കട്ട് ചെയ്തെടുക്കാം. ബോഡി കട്ട് ചെയ്തെടുക്കുന്നു. നമുക്ക് 2 ചിറകും ആ ബോഡിയും മാറ്റി നമുക്കിതെല്ലാം 3D ആക്കണം. ഈ 3Dയുടെ ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്തോളൂ. നമുക്ക് ആദ്യത്തെ ചിറക് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ പൊസിഷൻസ് എടുക്കും. ട്രാൻസ്ഫോം നമുക്ക് അതിൻ്റെ പൊസിഷൻസ് ആണ്. അതിനൊക്കെ നമുക്ക് അതിൻ്റെ ആംഗിൾ പോയിന്റ് കറക്റ്റ് ആ വിങ്സിൻ്റെ അവിടെ കൊണ്ടിലാക്കി നമുക്ക് മറ്റേതിൻ്റെ അതുപോലെ ചെയ്യാം. ഇതിൻ്റെ ഓറിയൻറ്റേഷൻ നമുക്ക് കുറച്ച് ഇങ്ങോട്ടായിട്ട് മറ്റേതും അതുപോലെ നമുക്ക് ചെയ്തു. ഇതിൻ്റെ കുറച്ചും കൂടി ഓറിയൻറ്റേഷൻ ഏകദേശം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ട്യൂബ് ഹൊറിസോണ്ടൽ ആയി കൊടുക്കാം. TVയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കസ്റ്റം ആയി കൊടുക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കും ബട്ടർഫ്ലൈയുടെ ആവശ്യമില്ല. വലിയ വർക്കൊക്കെ ചെയ്യേണ്ടതെന്ന് നമുക്കത് ആവശ്യം വരില്ല. ഇനി നമുക്ക് കീ ഫ്രെയിം കൊടുക്കേണ്ടതാണ് അടുത്ത പരിപാടി. ഓറിയൻറ്റേഷനിൽ ഒരു കീ ഫ്രെയിം കൊടുക്കും. നമുക്ക് 2ലും കൊടുക്കണം. നമുക്ക് വല്ല 2 സെക്കൻഡും വല്ലതും ആക്കിയിട്ട് നമുക്ക് അതൊന്ന് അനിമേറ്റ് ചെയ്ത് ഓറിയൻറ്റേഷൻ ഫുള്ളായിട്ട് വീണ പോലെ കൊടുക്കാം. ചിറക് മറ്റേ ചിറകും അതുപോലെ നമ്മൾ ചെയ്യാം. നോക്കി കാണാൻ സാധിക്കും. ചിറകിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് അവിടെ മനസ്സിലാവും. ഇനി നമുക്കൊരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഈ ഓറിയൻറ്റേഷൻ്റെ അവിടെ ആൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം.
ലൂപ്പ് ഔട്ട് നിന്ന് അടിച്ചു കൊടുക്കാം. പിങ് പോങ് എന്ന് അടിച്ചു കൊടുക്കാം. നമുക്കൊന്ന് കോപ്പി ചെയ്ത് കൊടുക്കാം. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ആ സെയിം ആക്ഷൻ അത് റിപ്പീറ്റ് ചെയ്യണുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ കോഡ് അടിച്ചത്. നമുക്ക് മറ്റേതിലും അതുപോലെ കൊടുക്കാം. പേസ്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് നമ്മുടെ ബട്ടർഫ്ലൈ നൈസായിട്ട് വന്നാൽ നമുക്ക് ഇതിൻ്റെ അനിമേഷൻ സ്പീഡ് കൂട്ടണമെങ്കിൽ നമുക്ക് ഈ ഡ്രസ് ചെയ്തിട്ട് ഇത് നമുക്ക് F9 ഡ്രസ് നമുക്കൊന്ന് അടുപ്പിച്ച് വെച്ച് നോക്കാം. നല്ല രീതിയിൽ സ്പീഡാണ് ഗൈസ്. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും ഗൈസ്. നമുക്ക് ഒരു കമ്പോസിഷൻ അല്ലെങ്കിൽ ഒരു പാത്തിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യണം. നമുക്കൊരു ന്യൂ കമ്പോസിഷൻ സെലക്ട് ചെയ്യാം. ഞാനിവിടെ 1920 1080 ആണ് കൊടുക്കുന്നത്. സോളിഡ് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു പാത്ത് വല്ലതും വരച്ചു കൊടുക്കാം. നമ്മൾ പാത്ത് വരച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്തത് ഇവിടെ കൊണ്ടുവരും. പിന്നെ ഇത് നമുക്ക് 3D ആക്കണം. അത് മാത്രമല്ല ഈ ഐക്കൺ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാം. ബട്ടർഫ്ലൈയുടെ വന്നേക്കണം കാണാൻ സാധിക്കും. നിങ്ങൾക്കിത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും റൊട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ട്രാക്ക് ചെയ്യേണ്ടി വരും ഗൈസ്. നമുക്ക് ആ പാർട്ടി കൂടി ആ ബട്ടർഫ്ലൈനെ നമുക്ക് ഓടിക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ അത് സെലക്ട് ചെയ്യാം. വിൻഡോ സെലക്ട് ചെയ്യാം. ക്രിയേറ്റ് നൾസ് ഫ്രം പാത്ത് എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് ആഫ്റ്റർ എഫക്ട്സ് പുതിയ വെർഷനിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ തന്നെയാണ്. അത് സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഷേപ്പ് ലെയറിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കാം. പാത്ത് സെലക്ട് ചെയ്യും. എന്നിട്ട് ട്രേസ് പാത്ത് എന്നുള്ള ഓപ്ഷൻ കൊടുക്കും. നമുക്ക് പാത്ത് അവിടെ ട്രാക്ക് ചെയ്യണം. നമുക്ക് ഈ ബട്ടർഫ്ലൈനെ ആ പാത്തിൽ കൊണ്ട് വെച്ചിട്ട് നമുക്ക് പാരൽ ചെയ്ത് കൊടുക്കും. ഷേപ്പ് ലെയർ നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പെർഫെക്റ്റ് ആയിട്ട് വന്നത്. ഇത് പാത്തിൻ്റെ സ്പീഡ് കൂടിയിട്ടാണ് അങ്ങനെ വേണ്ടത്. നമുക്ക് വേണമെങ്കിൽ അത് കുറച്ച് കൊടുക്കാം. യു പ്രസ് ചെയ്തിട്ട് അതിൻ്റെ കീ ഫ്രെയിം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ക്വാർട്ടറായി കൊടുക്കാം. നോക്കി കാണാൻ സാധിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടർഫ്ലൈയുടെ സ്പീഡും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. യു പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ രണ്ട് കീ ഫ്രെയിംസും ഇങ്ങോട്ടാക്കും. അപ്പോൾ ബട്ടർഫ്ലൈയുടെ സ്പീഡ് കൂടിയുണ്ടാവും. മെയിൽ വന്നാലും അത് കൂടിയുണ്ടാവും.
സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു ബട്ടർഫ്ലൈ അനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇത് വേണമെങ്കിൽ നമുക്കൊരു 3D ഒബ്ജക്റ്റിൽ ട്രാക്ക് ചെയ്തൊക്കെ ചെയ്യാം. കുറച്ചും കൂടി ടൈം എടുക്കും ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ ഗൈസ്.